വാ വരൂ, ഇരിക്കേ. മോളെ. ആ സ്വാമി ഒരു ശെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരോട് സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങക്ക് സമ്മതാണ് ഞാനിപ്പോ വിളിക്കാം. സ്വിച്ച് ഓഫാ. ശെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറെ, ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ, കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവള് ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ. അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക. കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ, ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ. ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ആഹാ, ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. ஐயோ, இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ സ്നേഹിച്ചതോ? പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്കിത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചിനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ പറഞ്ഞ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ. ആ, ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ. എത്ര മണിക്കാ? ആ, ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്ക്. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ?